തലനരക്കുകയല്ല, എന്റെ വൃദ്ധത്വം തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പഞ്ചായത്തിൽ 1923 ഒക്ടോബർ 20 ജനനം. വേലിക്കകത്ത് അച്യുതാനന്ദനായി വളർന്നു. VS അച്യുതാനന്ദനായി പടർന്നു. ഒടുവിൽ VS എന്ന രണ്ടക്ഷരത്തിന്റെ മാന്ത്രികതയിൽ മലയാളികളുടെയാകെ ഹൃദയത്തിൽ കുടിയേറിയ VS. കുട്ടിക്കാലത്ത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനു വേണ്ടി പുന്നപ്ര പറവൂർ ജംഗ്ഷനിലെ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽ കടയിലെ സഹായിയായി കൂടി. സമീപമുള്ള കയർ ഫാക്ടറി തൊഴിലാളികളുടെ സന്ദർശന കേന്ദ്രം. തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചും നാട്ടിലെ സംഭവ വികാസങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നതിൽ ബാലനായ അച്യുതാനന്ദന്റെ കണ്ണും കാതും ഉടക്കി. ഇതാണ് അദ്ദേഹത്തെ ആസ്പിൻവാൾ കയർ ഫാക്ടറി തൊഴിലാളിയായി എത്തിച്ചത്. ജോലിക്കിടയിൽ ഒരു ദിവസം സഖാവ് P. കൃഷ്ണപിള്ള വരുന്നു. ആ കൂടിക്കാഴ്ച യൗവനത്തിലേക്ക് പദമൂന്നിക്കൊണ്ടിരുന്ന അച്യുതാനന്ദന്റെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം 40കളുടെ ആദ്യം കുട്ടനാട്ടിലേക്ക് പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കുട്ടനാടൻ പാടവരമ്പുകളിലും ചതുപ്പുകളിലും നീന്തിയും തുടിച്ചും നടത്തിയ പ്രവർത്തനം. 1943 തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു. സംഘടന പിന്നീട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി. പിന്നെ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനായും വളർന്നു. പിന്നെ യുവാവായ VSനെ കാണുന്നത് മികച്ച സംഘാടകനായാണ്. ചെത്തുതൊഴിലാളി യൂണിയൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ, കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ. കയർ ഫാക്ടറി തൊഴിലാളി സമരം ഒടുവിൽ പുന്നപ്ര വയലാർ സമരമായി ഇതിഹാസം രചിച്ചു. സമരത്തെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുമ്പോൾ പോലീസ് പിടിയിലായി. കൊടും മർദ്ദനം. കാൽവെള്ളയിൽ പോലീസ് ബയണറ്റ് കുത്തിയിറക്കി. CPMന്റെ സ്ഥാപക നേതാക്കളിലൊരാൾ. 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ആശയ ഭിന്നതയുടെ പേരിൽ ഇറങ്ങിപ്പോന്ന 32 സഖാക്കളിൽ ഒരാൾ. പിന്നീട് അവരുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ തെനാലിയിൽ ചേർന്ന കൺവെൻഷനാണ് CPIM രൂപീകരണത്തിന് നാന്ദി കുറിച്ചത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, LDF കൺവീനർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ VS വഹിക്കാത്ത പദവികളില്ല. ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും VSനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. കണ്ണേ കരളെ എന്ന് വിളിച്ച് കൂടെ നിന്നു. 40കളിലെ ഫ്യൂഡൽ കൊളോണിയൽ കാലം മുതൽ 2014 ശേഷമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയാധികാര കാലം വരെ എല്ലാ ചൂഷിത വ്യവസ്ഥകളോടും പൊരുതി. കേരള ജനതയുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മുഖമായി VS. നിയമസഭയ്ക്കകത്തും പുറത്തും VS തന്റേതായ ശൈലിയിൽ നടത്തിയ പ്രസംഗങ്ങളും നർമ്മം കലർന്ന പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. പാമോലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. മതികെട്ടാൻ മല നടന്നുകയറി. സൂര്യനെല്ലിയിലെ പാവം പെൺകുട്ടിക്ക് താങ്ങും തണലുമായി ആ മനുഷ്യൻ നിന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. ഔദ്യോഗിക നേതൃത്വം എതിർത്തപ്പോഴും കൂസാതെ അദ്ദേഹം മുന്നോട്ടുപോയി. 83-ാം വയസ്സിൽ കേരള മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആദ്യം സീറ്റ് നിഷേധിച്ച പാർട്ടിക്ക് ശക്തമായ ജനകീയ ഇടപെടലിനെ തുടർന്ന് സീറ്റ് നൽകേണ്ടി വന്നതും ചരിത്രം. VS ഉണർന്നു പ്രവർത്തിച്ചപ്പോഴെല്ലാം കേരള രാഷ്ട്രീയവും ഉണർന്നു. നീട്ടിയും കുറുക്കിയുമുള്ള ആ പ്രസംഗത്തിന്റെ ചാരുത ഇനി ഓർമ്മയാകും. കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന് സീതാറാം യെച്ചൂരി വിശേഷിപ്പിച്ച സാക്ഷാൽ VS. AKജിക്ക് ശേഷം ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ചെങ്കനലാണ് VS. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.